നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി അസൗരേഷ് വിടവാങ്ങി. ഇരട്ടിയാർ ടണലിൽ വീണ് മരണപ്പെട്ട 2 കുട്ടികളിൽ ഒരാളായ ഉപ്പുതറ വളക്കോട് മയിലാടുംപാറയിൽ അസൗരേഷിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നാട് നൽകിയത്. ചേതനയേറ്റ അസൗരേഷിന്റെ ശരീരം സ്കൂളിലെത്തിച്ചപ്പോൾ തടിച്ചുകൂടിയവർ ഒന്നാകെ പൊട്ടിക്കരഞ്ഞു. 3 മണിക്ക് വീടിനോട് ചേർന്നൊരുക്കിയ ചിതയിൽ അസൗരേഷ് എരിഞ്ഞടങ്ങി. മയിലാടുംപാറയിൽ അസൗരേഷ് നാടിന് തീരാവേദന സമ്മാനിച്ചാണ് എരിഞ്ഞമർന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് അസൗരേഷും ബന്ധുവായ മറ്റൊരു കുട്ടിയും ഇരട്ടിയാർ ടണലിൽ വീണത്. അസൗരേഷിനെ കിട്ടിയില്ല. 2 ദിവസം ഫയർഫോഴ്സ് അടക്കം തിരഞ്ഞെങ്കിലും ലഭിച്ചില്ല. വെള്ളിയാഴ്ച 6 മണിയോടെ അസൗരേഷിന്റെ മൃതദേഹം തനിയെ ഉയർന്നു വരികയായിരുന്നു. ഇന്നു രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 11 മണിയോടെ അസൗരേഷിന്റെ മൃതദേഹം സ്കൂളിൽ എത്തിച്ചപ്പോൾ നാട് തേങ്ങി. വീട്ടിലും നാട്ടിലും സ്കൂളിലും പ്രിയപ്പെട്ട അസൗരേഷിന്റെ വേർപാട് ആർക്കും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ഓണാവധിക്ക് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞതാണെന്ന് ആരും കരുതിയില്ല. ആരുടെയും മനം വേഗത്തിൽ കവരുന്ന അസൗരേഷ് എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. പൊതുദർശനത്തിന് സ്കൂളിലെത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. കണ്ടവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വികാരാധീനമായ രംഗങ്ങളാണ് ഉണ്ടായത്. മാതാപിതാക്കളെയും ബന്ധുക്കളെയും നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല. ആർക്കും താങ്ങാനാവാത്ത അന്തരീക്ഷത്തിൽ 3 മണിയോടെ വീടിനോട് ചേർന്നൊരുക്കിയ ചിതയിൽ അസൗരേഷ് എരിഞ്ഞടങ്ങി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്, ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി, ഉപ്പുതറ പഞ്ചായത്ത് അംഗങ്ങളായ സജിമോൻ ടൈറ്റസ്, ഷീബ സത്യനാഥ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് തുടങ്ങിയവർ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.